എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കേരളത്തിൽ പി ജി കയറിയിട്ട് ഒരു വർഷമായി ഫോറൻസിക് മെഡിസിനിൽ. സോ എൻ്റെ ഒരു ഡേ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ സ്ഥിരം പോകുന്ന വഴി. എനിക്ക് ഹോസ്റ്റലിലല്ല ഞാൻ താമസിക്കുന്നത്, വീട്ടിൽ നിന്ന് എക്സാക്ട്ലി പറഞ്ഞാൽ 14 മിനിറ്റ് മതി എനിക്ക് കോളേജിലെത്താൻ. സോ വളരെ അടുത്താണ്. സോ അപ്പോൾ ഡെയിലി ഞാൻ പോയിട്ട് വരുന്ന വഴിയാണിത്. സോ ഞാൻ എന്താണ് അവിടെ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളുള്ള വീഡിയോ ആണ്. പക്ഷേ പറയുന്നതാണെങ്കിൽ ഇതാണ് നമ്മുടെ കോളേജിൻ്റെ മോശയുടെ ഫ്രണ്ട്. ഈ ഭാഗത്താണ് വണ്ടി ഇടുന്നത്. സോ നല്ല സ്ഥലമാണ്, ഭയങ്കര ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഒരു വർഷം ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു എൻ്റെ ഫസ്റ്റ് ഇയർ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ നിന്നിട്ടില്ല ഞാൻ. ബാക്കി നോർത്തിലൊക്കെ വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ടൈമിങ് ആണ്. ഒരു 3 വർഷം ഞാൻ സെൻട്രൽ ഗവൺമെൻറ് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ഒരു സ്റ്റേറ്റ്, ഇടയ്ക്ക് വെച്ച് കുറച്ചൊരു മെഡിക്കൽ കോളേജിൽ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കുറച്ച് നാൾ. അപ്പോൾ അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് കേരളത്തിൽ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷത്തിൽ കൂടുതൽ ഞാൻ ഇപ്പോൾ കേരളത്തിലുണ്ട്. എൻ്റെ അനുഭവങ്ങൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, തുടർന്ന് മൊത്തം പ്രശ്നങ്ങളാണ് ഇവിടെ. അത് MVD തൊട്ട് ഞാൻ വന്നിറങ്ങി, ഞാൻ ഇവിടെ പരീക്ഷ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, അലോട്ട്മെൻറ്റിൻ്റെ വെയിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ലൈസൻസ് എടുക്കാൻ പോയി. അന്ന് MVD ഉണ്ടായ പ്രശ്നം തൊട്ട് ഇന്ന് ഏറ്റവും അവസാനം ഉണ്ടായ ഇപ്പോൾ വണ്ടിയുടെ പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും എനിക്ക് തുടർന്നൊക്കെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുള്ളൂ. മേ ബി ഇനി എൻ്റെ പ്രശ്നമായിരിക്കാം. ഇപ്പം നമ്മൾ ഒരു കാര്യം പറയാറുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ കണ്ണിൽ മഞ്ഞ ഉണ്ടായാണ് ഫുള്ള് മഞ്ഞയായിട്ട് കാണുന്നതെന്ന് പറയുന്നുണ്ട്. ശരി, എൻ്റെ പ്രശ്നമായിരിക്കാം, 100% എൻ്റെ പ്രശ്നമായിരിക്കാം. കാരണം ഞാൻ അങ്ങനെ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സോ നമ്മളായിട്ട് എന്തിനാ വേറെ രീതി ചിന്തിക്കുന്നത് അതിനെപ്പറ്റി. സോ അതങ്ങനെ ഇരിക്കട്ടെ, അതായിരിക്കും അതിന് ഏറ്റവും നല്ലത്. കാരണം പല സമയത്തും നമ്മൾ ആ രീതി ചിന്തിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. കാരണം ഇവിടെ അങ്ങനെയാണ്, പല കാര്യങ്ങളും ഇവിടെ ചേഞ്ച് ആവത്തില്ല. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കടയ്ക്ക് വേണ്ടി വെച്ചാൽ 1.5 വർഷം ഞാൻ പഞ്ചായത്തിൽ കയറി ഇറങ്ങി. അതേ സമയം ഇവിടെ പാരിപ്പള്ളിയിൽ ഇപ്പോൾ പാരിപ്പള്ളിയിൽ നിന്ന് നമ്മുടെ പള്ളിക്കിലൂടെ വരുന്ന ഭാഗത്തൊരു മെഡിക്കൽ ചെറിയൊരു ഹോസ്പിറ്റൽ തുടങ്ങി. അത് ഇരിക്കുന്നതെന്ന് പറയുന്നത് റോഡിൽ നിന്ന് 2 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിൽ കയറാൻ പറ്റും. നമ്മൾ ഒരു കടയ്ക്ക് വേണ്ടി ചെയ്ത ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഒരു ഫോറൻസിക്കിലെ ഡേയിലെ വീഡിയോ എടുക്കണമെങ്കിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പുതിയ PGs റെസിഡൻസിന് കയറുന്നതിന് മുമ്പ് അത്യാവശ്യം അവർക്കൊരു ഓറിയന്റേഷൻ കിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. സോ പക്ഷേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറൻസിന് ഒരുപാട് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു പരിധിക്ക് അപ്പുറം വരെ നമുക്ക് റെക്കോർഡിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കേസൊന്നും കാണിക്കാനും നോക്കത്തില്ല, അത് വേറെ കാര്യം. അതല്ലെന്നെങ്കിൽ ഈ പിക്ചേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പം എന്താ പറയുക, ആസ് യൂഷ്വൽ ഫ്ലോപ്ഡായി. എൻ്റെ പ്രശ്നം വെച്ചാൽ ടെമ്പററി രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല കേസൊന്നും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വെറുതെ വരിക എന്നാണ്. അപ്പം നമ്മളെ സീനിയേഴ്സ് പറയുന്ന കണക്ക് അപ്പോൾ ഒരു പണി എടുക്കാറില്ല എന്നാണ് എൻ്റെ സീനിയേഴ്സ് എന്നെ പറ്റി തന്നെ കുറ്റം പറയുന്നത്. അപ്പം എനിക്ക് രജിസ്ട്രേഷൻ ഇല്ല, ഞാൻ ചെയ്യാനാണ് എന്ന് തിരിച്ച് ചോദിക്കാനുള്ള ആ ഒരു എന്താ പറയുക, അത്രയ്ക്കുള്ള കെൽപ്പൊന്നും എനിക്ക് ആയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. സോ വെറുതെ വരിക. കഴിഞ്ഞ ഒരു വർഷം ഞാൻ മാത്രം അസസ് ചെയ്ത കേസ് ഏകദേശം 250 പുറത്ത്, അത്രയൊന്നും അല്ല, എൻ്റെ പുറത്ത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒബ്സർവ്ഡ് ആയ കേസുകളാണ്. പിന്നെ ചെയ്ത കേസുകൾ ഒരു 100 പുറത്ത് വരും. ഒരു കേസിന് ശരിക്കും പറഞ്ഞാൽ 660 രൂപയാണ് നമുക്ക് ഡോക്ടേഴ്സിന് കൊടുക്കുന്നത്, ബാക്കി സ്റ്റാഫിന് 100 സംതിങ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കേസുകൾ എണ്ണി നോക്കുമ്പോൾ 1 ലക്ഷത്തിനകത്ത് ഞാൻ കേസ് ചെയ്തിട്ടുണ്ട്, ക്യാഷ് കിട്ടാവുന്ന രീതിയിലുള്ള. പക്ഷെ എനിക്ക് അവിടെ ക്യാഷോ അത് കാര്യങ്ങളും ഇല്ല, വെറുതെ വരിക, അത്രേ ഉള്ളൂ. അതാണ് അവസ്ഥ. അപ്പം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇത് തന്നെ അവസ്ഥ. ബാക്കി GH ആണെങ്കിൽ 1000 സംതിങ് രൂപ കിട്ടും നമുക്ക് ഒരു കേസ് ചെയ്യുന്നതിന്. നമുക്ക് ഇവിടെ പിന്നെ മെഡിക്കൽ കോളേജിൽ ആയതുകൊണ്ടാണ് ഈ 660 എന്ന് പറയുന്നത്. സോ ഇതാണ് അവസ്ഥ. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണോ. ഇനിയിപ്പം SR ഷിപ്പ് ചെയ്യുന്ന സമയത്തെങ്ങാനും എനിക്കറിയില്ല, ഒരു വർഷം നമുക്ക് SR ഷിപ്പ് ഉണ്ട്, ബോണ്ട് കേരളത്തിൽ. അപ്പോൾ ആ ബോണ്ടുള്ള സമയത്ത് എനിക്ക് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല. ടെമ്പററി രജിസ്ട്രേഷനെ അവർ തരത്തുള്ളൂ. കാരണം കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൊട്ടാരമുണ്ട് കേരളത്തിൽ. ആ കൊട്ടാരത്തിലെ രാജാക്കന്മാരും രാജ്ഞികളും നമുക്കിട്ട് എങ്ങനെ പണി തരാൻ വേണ്ടി ഇരിക്കുന്നത്. എൻ്റെ ഇന്നും എനിക്ക് ഓർമ്മയാണ് എടുത്ത് പറഞ്ഞത്. നിന്റെ ഫയൽ അവിടെ ഇരിക്കുമെന്ന് എന്നത് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ശരിക്കും ഞാൻ വിചാരിച്ചു, ഇതെന്തോന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനൊരു അനുഭവം. കേരളത്തിൽ നിന്നാണ് ഈ അനുഭവം വന്നത്. ബാക്കി സ്റ്റേറ്റുകളിലൊന്നും എനിക്ക് ഇങ്ങനെ അനുഭവം വന്നില്ല. ഡൽഹിയിലൊക്കെ ചെന്നാലും നമുക്ക് വളരെ മാന്യമായിട്ടാണ് അവർ പെരുമാറുന്നത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. എന്ത് വേണമെങ്കിലും നമുക്ക് മെയിൽ അയക്കാം, അല്ലെങ്കിൽ ഫോൺ കോളിലൂടെ നമുക്ക് ബന്ധപ്പെടാം. എല്ലാ കാര്യങ്ങളും അവിടെ നല്ലവിടെ ബിഹേവ് ചെയ്യും. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഒരു ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പെരുമാറ്റം എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് അന്ന് ഞാൻ ഇറിറ്റേറ്റായി ഭയങ്കരമായിട്ട്. അവിടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ രജിസ്ട്രേഷൻ ഇത്രയും താമസിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത്,
ഞാൻ വിചാരിച്ചു ഗവൺമെൻറ് സർവൻ്റ് എന്ന് പറയുന്നത് അത് പബ്ലിക്കിന് സെർവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല, അത് സ്വന്തം സർവീസിന് വേണ്ടി മാത്രമാണ്. ശരിക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ അഴിമതിയും കറപ്റ്റഡും ആയിട്ടുള്ള ഓഫീസേഴ്സാണ് 90%. ഇപ്പം തന്നെ ക്ഷേമ പെൻഷൻ DMEയിൽ വരെ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ വരെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞ സമയത്ത് ഇനിയിപ്പം ഇതിൽ കൂടുതൽ വേറൊന്നും പറയണ്ടല്ലോ. അപ്പം ഇതാണ് അവസ്ഥ. അപ്പം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. സോ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പം പ്രോപ്പറായിട്ടൊരു വീഡിയോ കാണിക്കാം, വ്ലോഗിങ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതാണ് എൻ്റെ റിയൽ ലൈഫ് എന്ന് പറയുന്നത്. റിയൽ ലൈഫ് നമുക്ക് എന്തും കാണിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോറൻസിക്ക് പോകുന്നത്, ഇറങ്ങി വരുന്നത്. പക്ഷേ റിയൽ ലൈഫ് ഇതാണ് എൻ്റെ റിയൽ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് കാണിക്കണമെന്ന്. കാരണം ഇന്ന് റിയൽ ലൈഫാണ് കൂടുതൽ റിയൽ ലൈഫിനെക്കാളും. അപ്പം ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു സൈഡും കൂടെ ആൾക്കാർ കാണട്ടെ എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് FMGs ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. FMG മീൻസ് എനിക്കെന്ന് വെച്ചാൽ ഞാൻ കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പോൾ അതിനകത്ത് തന്നെ ഒരാൾ പറഞ്ഞ ഡയലോഗുണ്ട്, ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഒക്കെ നിർത്തണം. അങ്ങനെ പറയുന്ന ആൾക്കാരോട് തിരിച്ചു എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ ഇന്ത്യ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് നമ്മളെല്ലാവരും വരുന്നത്. ഇവിടെ കേരളത്തിൻ്റെ പ്രത്യേക റൂളും കാര്യങ്ങളും വെച്ചിട്ടാണ്. ആ റൂള് വെച്ചാണെങ്കിൽ കേരളത്തിൽ ശരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇവിടെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ നോക്കാറുണ്ടോ എത്ര പേരാണ് ലീവ് എടുത്ത് വേറെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അകത്തുള്ള സാധനങ്ങൾ മുക്കുന്ന ആൾക്കാരുണ്ട്, കാശ് കൊടുത്ത് സ്ഥാനമാനങ്ങൾ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല തരത്തിൽ പല ആൾക്കാർ പലയിടത്ത് ജോലി ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ PG അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു നട്ടലില്ലാത്ത സംഘടനയാണ് കേരളത്തിൽ. കാരണം ഞാൻ പറഞ്ഞു, നമുക്ക് ഫീസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. 70,000 സംതിങ് ആണ് നമ്മൾ അടയ്ക്കേണ്ടത്. എന്നാൽ സ്റ്റൈഫൻഡ് ആണെങ്കിൽ 55 സംതിങ്ങേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ കൊണ്ട് സ്റ്റൈഫൻഡ് കൂട്ടാൻ പറ്റത്തില്ലെന്ന് അറിയാം. ഈ ഗവൺമെൻറ് ഇതാണ് SFIയുടെ ആൾക്കാരാണ്, SFIയുടെ ആൾക്കാരാണ് നമ്മുടെ PG അസോസിയേഷൻ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് ഒക്കത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ ഗവൺമെൻറ്റിനെതിരെ പറയത്തില്ല. അടുത്ത വർഷം എന്തായാലും ഗവൺമെൻറ് മാറാനുള്ള നല്ല ചാൻസ് ഉണ്ട്, കോൺഗ്രസ് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് സമരം വെക്കുക, എന്നിട്ട് ഇപ്പം ഫീസ് ഒന്ന് കുറയ്ക്കുക. അതാണ് നടക്കുന്ന കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ഗവൺമെൻറ് എന്ന് ഇറങ്ങുന്നു അന്ന് തൊട്ട് ഇവിടെ സമരം വരും. കാരണം എല്ലാ മേഖലയിലും DA തൊട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, അവർക്ക് DA കിട്ടിയിട്ട് വർഷങ്ങളായെന്ന് പറയുന്നത്. കർഷകർക്ക് കിട്ടുള്ള ആനുകൂല്യങ്ങൾ, ക്ഷേമ പെൻഷൻ, ഒന്ന് ഈ ഗവൺമെൻറ് ഇറങ്ങിയ നെക്സ്റ്റ് ഡേ തൊട്ട് ഇവിടെ സമരങ്ങളായിരിക്കും. ഇപ്പം മെഡിക്കൽ വിദ്യാഭ്യാസം നല്ല സമരങ്ങളായിരിക്കും. ഒരുപാട് പേര് ഈ ജോലിയുടെ പ്രശ്നങ്ങൾ, ടെമ്പററി ആയിട്ട് നിന്ന് അവർക്ക് പെർമനൻ്റ് ആക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ അടുത്ത ഗവൺമെൻറ് കോൺഗ്രസ് ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം, ദിവസവും സമരം ചെയ്ത് അവരവരുടെ കാര്യങ്ങളൊക്കെ അവർ നേടിയെടുത്തു. സോ ഇതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, അനുഭവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഓൾ ഇന്ത്യയിൽ ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന ആൾക്കാരോട് തിരിച്ച് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓൾ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ആൾക്കാർ ബാക്കി ഓൾ ഇന്ത്യ സ്റ്റേറ്റിലും കയറണ്ട, പ്രശ്നം കഴിഞ്ഞില്ലേ. ഓൾ ഇന്ത്യയിൽ കേരളത്തിൽ എടുക്കാൻ വയ്യെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യയിൽ കേരളത്തിലുള്ള ആൾക്കാർ വേറെ എങ്ങും പോകണ്ട. അവരവിടെ പോയെന്ന് കഴിഞ്ഞാൽ ഹിന്ദി അറിയാതെ കിടന്ന് ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേര് നമുക്കറിയാം ഹിന്ദി സംസാരിക്കാൻ പറ്റാതെ അവിടെ കിടന്ന് ബുദ്ധിമുട്ടി അവസാനം തിരിച്ച് വരുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം. PG വരെ കളഞ്ഞു വന്നിട്ട് ആൾക്കാരെ എനിക്കറിയാം. നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് അവിടെ ഫുഡ് ശരിയല്ല, അവരുടെ ലാംഗ്വേജ് പ്രശ്നമാണ്, അവർ ഭയങ്കര ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടുത്തെ കണക്കല്ല, കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങൾ. അവിടെ മര്യാദയ്ക്ക് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ ഇല്ല. അതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്.